ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഫത്ഹുൽ മുബീന്റെ 15ാമത്തെ സബഖ്. ബയാനു സബബി തഅലീഫിൽ അർബഈൻ വശറത്തിഹി ഫീഹാ. അർബഈൻ ഹദീസ് എന്നതിനെ രചിക്കുന്നതിന്റെ കാരണമെന്ത് അത് ബയാൻ ചെയ്യുകയാണ്, അത് വിശദീകരിക്കുക. അതിലുള്ള ഷറത്ത് എന്ത് എന്നതും വിശദീകരിക്കുകയാണ്. ثم من العلماء من جمع الأربعين في أصول الدين. ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അർബഈൻ ഹദീസിനെ ക്രോഡീകരിച്ചവര് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബഅദുഹും ഫിൽ ഫുറൂഇ, ഫിഖ് പരമായിട്ടും ചില പണ്ഡിതന്മാര് ഈ അർബഈൻ ഹദീസിനെ ക്രോഡീകരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ബഅദുഹും ഫിൽ ജിഹാദി, ചില പണ്ഡിതന്മാര് ജിഹാദിന്റെ വിഷയത്തിലാണ് ഈ അർബഈൻ ഹദീസിനെ ക്രോഡീകരിച്ചത്. ബഅദുഹും ഫിൽ സുഹദി, ചില പണ്ഡിതന്മാർ പ്രപഞ്ച ത്യാഗത്തിലായിട്ടാണ് ഈ അർബഈൻ ഹദീസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ബഅദുഹും ഫിൽ ആദാബി, സംസ്കാരങ്ങളിലായിക്കൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഈ പറയുന്ന അർബഈൻ ഹദീസിനെ ക്രോഡീകരണം നടത്തിയിട്ടുള്ളത്. ബഅദുഹും ഫിൽ ഖുതബി, ചില പണ്ഡിതന്മാർ മുഖ്യമായിരിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിലായിട്ട് വിശദീകരിച്ചതായിട്ട് കാണുന്നു. ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന ആശയങ്ങളിലും വിവിധങ്ങളായിരിക്കുന്ന സബ്ജക്റ്റുകളിലുമായിട്ടാണ് ഈ അർബഈൻ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം രചന പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. എന്നാൽ കുല്ലുഹാ മഖാസിദു സാലിഹത്തുൻ റളിയല്ലാഹു അൻ ഖാസിദിഹാ, ഇത്തരം ഉദ്ദേശങ്ങളൊക്കെ നല്ല ഉദ്ദേശം തന്നെയാണ്. ഈ ഉദ്ദേശത്തെ തൊട്ട് അല്ലാഹു തആല പൊരുത്തപ്പെടട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് മഹാൻ പറയുന്നു, ആര്? മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖദ് റഅയ്തു ജമഅ അർബഈന അഹമ്മ മിൻ ഹാദാ കുല്ലിഹി. ഈ പറയുന്നതിൽ നിന്ന് ഏറ്റവും മുഖ്യമായത് അർബഈനെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഞാൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇതില് ഈ അർബഈൻ എന്നതിനെ ജമ്മ് ചെയ്യുക, ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഞാൻ കണ്ടു. അഹമ്മ മിൻ ഹാദാ കുല്ലി, ഇവകളിൽ നിന്ന് ഏറ്റവും മുഖ്യമായതായിട്ട് ഞാൻ കണ്ടു. വഹിയ അർബഈന ഹദീസൻ മുസ്തമിലത്തൻ അലാ ജമീഇ ദാലിക, അത് ഈ മുഴുവത്തിന്റെ മേലും ചുറ്റിപ്പറ്റി നിൽക്കുന്ന രീതിയിലുള്ള 40 ഹദീസാണ്. അതാണ് ഇപ്പൊ ഞാൻ ക്രോഡീകരിക്കാനായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പൊ കുല്ലു ഹദീസിൻ മിന്ന, ഈ 40 ഹദീസുള്ള എല്ലാതും ഓരോന്നും ഖായിദത്തുൻ അലീമത്തുൻ മിൻ ഖവായിദി ദീനി, ദീനിന്റെ നിയമങ്ങളിൽ നിന്നും വന്നമായ മുഖ്യമായ നിയമം തന്നെയാണ്. വഖദ് വസഫുൽ ഉലമാ ബി അന്ന മദാറൽ ഇസ്ലാമി അലൈഹി ഔ ഹുവ നിസ്ഫുൽ ഇസ്ലാമി ഔ തുലുസുഹു നഹ്വ ദാലിക. പണ്ഡിതന്മാര് ഈ പറയുന്ന ഓരോ ഹദീസിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതിന്റെ മേലിലാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പകുതിയാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 1/3, അല്ലെങ്കിൽ അത് പോലത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അർബഈൻ ഹദീസായിട്ട് ക്രോഡീകരിക്കാനാണ് ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഈ 40 ഹദീസ് ഞാൻ കൊണ്ടുവരുമ്പോൾ അതിൽ ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് അന്തകൂന സ്വഹീഹത്തൻ, ആ 40 ഹദീസും എന്തായിരിക്കണം? സ്വഹീഹായിരിക്കണം എന്നുള്ളത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ബുഖാരി മുസ്ലിം, അതിൽ ബുഖാരി മുസ്ലിമിനുള്ളതായിരിക്കും മുഖ്യ ഭാഗവും ഉള്ള ഹദീസുകൾ. അസാനീദി, സനത് കളഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഹദീസുകൾ ഇവിടെ കൊണ്ടുവരിക. എന്തിനെ സനത് കളഞ്ഞത്? ഈ ഹദീസുകൾ മനഃപ്പാടമാക്കുവാൻ എളുപ്പമാവാൻ വേണ്ടിയും അതിന്റെ ഉപകാരം അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഈ 40 ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിൽ ചില പദങ്ങളുണ്ടാവും, ആ പദങ്ങൾ നിഗൂഢതയുണ്ടാവും. ആ നിഗൂഢമായി കിടക്കുന്ന പദങ്ങളെ ലബുത്ത് വിശദീകരിക്കുവാൻ വേണ്ടി ഓരോ ബാബും ഞാൻ തുടർത്തിക്കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയാണ് ഈ അർബഈൻ ഹദീസിനെ ക്രോഡീകരിച്ച് കൊണ്ടുവരിക. എന്നാൽ ആഖിറത്തിൽ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഹദീസുകളെ പറ്റി അറിയൽ അത്യാവശ്യമാണ് തന്നെ. എന്തുകൊണ്ട് അത്യാവശ്യമായി? ലിമസ്തമലത്ത് അലൈഹി മിനൽ മുഹിമ്മാത്തി, മുഖ്യമായിരിക്കുന്ന കാര്യങ്ങളുടെ മേലാണ് ഈ 40 ഹദീസും ചുറ്റിയിട്ടുള്ളത്. അല്ലാഹു തആലക്ക് അർപ്പിക്കാൻ പറ്റുന്ന ഏതെല്ലാം ആരാധനകളുണ്ടോ അത് മുഴുവത്തിന്റെ മേലും ഉണർത്തുക എന്നുള്ളതിന്റെ മേലും ഈ 40 ഹദീസ് ചുറ്റിയിട്ടുമുണ്ട്. അപ്പൊ ഈ 40ഉം പഠിച്ചാതല്ല തന്നെ. വദാലികല്ലാഹു ലിമൻ തദബ്ബറു, ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും ആ വിഷയങ്ങൾ മനസ്സിലാകുന്നതുമാണ്. വഅലല്ലാഹി ഇത്തിമാദി, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും എന്റെ അധികാരം, എന്റെ ചാരണം കൊള്ളൽ അള്ളാന്റെ മേലാണ്.
എന്റെ കാര്യങ്ങൾ ഞാൻ അർപ്പിക്കുന്നതും ചേർക്കുന്നതും അള്ളാഹുവിലേക്ക് മാത്രമാണ്. വലഹുൽ ഹംദു വന്നിഅമത്തു, അള്ളാഹുവിന് മാത്രമാണ് അനുഗ്രഹങ്ങളും സ്തുതിയും. തൗഫീഖ് വൽ ഇസ്മാ, അള്ളാഹിനെ കൊണ്ടാണ് നല്ലതിലേക്കുള്ള ഗുണം കിട്ടുക, അതിനുള്ള വഴികളും അതുപോലെ പിടിച്ചു നിൽക്കലൊക്കെ അള്ളാഹിനെ കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ പിന്നെ ഹദീസുകൾ വിശദീകരിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് മഹാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു വിശദീകരണമാണ് ഇനി നമ്മുടെ ഷാരി അവറുകൾ നൽകുന്നത്. എന്ന് പറയുമ്പോൾ ജമാഅത്ത് കൂട്ടിക്കൊടുക്കണം. ചിലർ ഈ ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയത് ബിൽ ഫുറുഇ അൽ മസായിൽ ഫിഖ്ഹിയ്യ. ഫുറുഇ എന്ന് പറഞ്ഞാൽ ശാഖകളിൽ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിയായ മസ്അലകളിലാണ് ഈ 40 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. വബഅദും ബിൽ ജിഹാദി വബഅദും ബിൽ സുഹദി വബഅദും ബിൽ ആദാബ്. ആദാബ് എന്ന് പറയുമ്പോൾ അദബ് എന്നും പറയാൻ ചില നുസ്ഖയിൽ അങ്ങനെ കാണുന്നുണ്ട്. വബഅദും ബി ഫളായിലി സുവരിൻ ഔ അമലിൻ ഔ ഖബീലത്തിൻ ഔ നഅവിക. ചില പണ്ഡിതന്മാർ ഈ 40 ഹദീസുകൾ ക്രോഡീകരിച്ചത് സൂറത്തുള്ള ശ്രേഷ്ഠതകള്, അമലിന്റെ ശ്രേഷ്ഠതകള്, ഗോത്രത്തിന്റെയോ അതുപോലെയുള്ള ശ്രേഷ്ഠതകളൊക്കെ വിശദീകരിക്കുന്നതിലാണ്. ഖുതബ് എന്ന് പറയുമ്പോൾ ജമ്മു ഖുതുബത്തിൻ മിന ഖത്ബ്, ഖത്ബിൽ നിന്നുള്ള ഖുതുബത്തിന്റെ ജമ്മാണ് ഖുതബ്. കാരണം എന്താൽ അന്നൽ അറബ കാനു ഇദാ അലമ്മ ബിഹിമുൽ ഖത്ബ് വഹുവൽ അംറുൽ മുഹിമ്മു, മുഖ്യമായിരിക്കുന്ന വല്ല കാര്യം അറബികളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഖത്ബു ലഹു, ഓലെന്താണെന്ന് അറിയുമ്പോൾ അതിനെക്കുറിച്ച് നല്ലോണം ആലോചിക്കും. എന്നിട്ട് പോയി അജിത്തമിഴ ബാദും ഇല്ലാ ബാദിൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് ആ മുഖ്യമായ ഒരു വിഷയം എങ്ങനെയാണോ തടുക്കാൻ പറ്റുക, ആ ഒരു വിഷയത്തിൽ അവർ എന്തായി കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് അതിനെ നേരിടും. അതിന് പോകുന്നതാണ് ഈ ഖുതബ്, ഖുതുബത്ത്, ഖത്ബ് എന്നൊക്കെ പറഞ്ഞത്. മഖാസിദു സാലിഹത്തുൻ എന്ന് പറഞ്ഞാൽ ലിശുമൂലിൽ അഹാദീസ് സാബിഖത്തിൽ ജമീഹ, ഈ പറഞ്ഞ എല്ലാ ഉദ്ദേശങ്ങളെയും മുമ്പ് പറഞ്ഞ ഹദീസുകളൊക്കെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് പറയാൻ കാരണം. റളിയല്ലാഹു തആല അൻ ഖാസിദിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വഖദ് റഅയ്തു മിന റഅയ്, റഅയ്തു എന്ന് പറഞ്ഞ റഅയിൽ നിന്നുള്ളതാണ്, ഞാൻ കണ്ടു, അഭിപ്രായപ്പെട്ടു എന്നർത്ഥം. ജംഅ 40 അഹമ്മ മിൻ ഹാദാ കുല്ലിഹി വഹിയ 40 ഹദീസൻ മുസ്തമിലതൻ അലാ ജമീഇ ദാലിക. അങ്ങനെ പറയാനുള്ള കാരണം എന്താ ചോദിച്ചാൽ ഇസ്തിമാലിയ, ഈ ഹദീസുകളൊക്കെ ചുറ്റി അലാ ജമീഇ ഉസൂലി ശരീഅത്തി വ ഫുറൂഇഹ, നമ്മൾ ഈ പറഞ്ഞ 40 ഹദീസുകളും ശരീഅത്തിൽ അടിസ്ഥാനപരമായി ഏതോ, ഫിഖിയായിരിക്കുന്ന മസ്അലകൾ ഏതോ, ആദാബിയ അതിന്റെ സംസ്കാരങ്ങൾ, അഖ്ലാഖിയ അതിന്റെ സ്വഭാവങ്ങൾ, റസായിലിയ അതിലുള്ളതായിരിക്കുന്ന റിസാലകൾ, മഖാസിദ് അതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ മേലൊക്കെ ഇത് ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് മുഴുവത്തിന്റെ മേൽ ചുറ്റുന്ന രീതിയിലുള്ള 40 ഹദീസ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത്. ഒന്നിന് മാത്രമല്ല, എല്ലാം ഉൾപ്പെടുത്തുന്ന വിധത്തിലാണ്. لأن منها ما يرجع إلى تصحيح النية والتقوى بالسر والعلن والزهد في الدنيا وقصر العمل وترك ما لا يعني من الفضول والاستعال بالذكر والاستعداد للقاء والتواضع للخلق وحسن التخلق معهم بالآداب الشرعية والانقباض عنهم فيما لا يعني وإرادة الخير لهم باطنا ومساعدتهم ظاهرا حسب الإمكان وغير ذلك من المصالح الدينية والدنيوية. അതാണ് പറയാൻ കാരണം. ഈ പറഞ്ഞ മഖാസിദ് നോക്കുമ്പോൾ ഈ ഹദീസുകളുടെ കൂട്ടത്തിലുണ്ട് നിയ്യത്ത്, തഖ്വ, ഭക്തി എന്നതിനെ നന്നാക്കാൻ പറ്റും, അതിലുണ്ട് രഹസ്യമായും പരസ്യമായിട്ടും. അതുപോലെ ദുനിയാവിൽ പ്രപഞ്ച ത്യാഗിയാകുക, അതുപോലെ മേലെണ്ണം കൊതികളൊക്കെ ചുരുക്കുക എന്ന വിഷയത്തിലേക്ക് മടങ്ങാൻ ഈ ഹദീസിലുണ്ട്. അത്യാവശ്യമായത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തൊക്കെ ഉപേക്ഷിക്കുക, ദിക്ർ കൊണ്ട് ജോലിയാവുക, അള്ളാനെ കണ്ടുമുട്ടാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാവുക, സൃഷ്ടികളിലേക്ക് വിനയത്തോടുകൂടി പെരുമാറുക, അതുപോലെ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക, ശറയ്യ മര്യാദ വെച്ചിട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനത്തൊട്ട് ഒഴിഞ്ഞു പോവുക, ജനങ്ങൾക്ക് രഹസ്യമായിട്ട് നന്മ ഉദ്ദേശിക്കുക, പരസ്യമായി കഴിവിന്റെ പരമാവധി അവരെ സഹായിക്കുക. അങ്ങനെ ദീനും ദുന്യവുമായിരിക്കുന്ന എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതിനെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഹദീസുകൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ശരീഅത്തും മുൻഹസനത്തും ബി ബയാനി മസാലിഹിമ, കാരണം ദീനിയായിരിക്കുന്ന കാര്യം എവിടെ ക്ലിപ്തമായി നിൽക്കുന്നു, ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഗുണങ്ങൾ എന്താണോ അത് വിശദീകരിക്കുന്നത് മാത്രമാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഹദീസ് ഞാൻ കൊണ്ടുവരുന്നത്. 40 ഹദീസ് ഒന്നിന് മാത്രം ചുരുക്കുന്നില്ല.
വലാ യരിദു അലാ ഖൗലിഹി വഹിയ 40 ഹദീസൻ സിയാദത്തു ഹദീസൈനി. അപ്പോ അത് 40 ഹദീസാണെന്ന് മുസന്നിഫ് പറയുമ്പോൾ ആ 40 ഹദീസിനേക്കാൾ കൂടുതൽ മഹാനവർ 2 ഹദീസ് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ആ കൂട്ടിക്കൊണ്ടുവരൽ 40 ഹദീസ് എന്ന് പറയുന്നത് എതിരാകൂല എന്ന് സംശയം വരുമോ? ഇല്ല. ഇമ്മാലി അന്നൽ അദദ ലാ മഫ്ഹൂമ ലഹു കമാ ഖാലൂ ബിഹി ജംഉ മിനൽ ഉസൂലിയീന ബൽ ഹുവ സഹീഹു. ജംഉൽ ജവാമിയൊക്കെ ഓതിയ ആളുകൾക്ക് അറിയാലോ അതെന്താണ് മഫ്ഹൂമില്ല, അദദിന് മഫ്ഹൂമില്ല എന്നാണ് അഭിപ്രായമുണ്ട്. ഒരു കൂട്ടം ഉസൂലിയാക്കൾ പറഞ്ഞത് അങ്ങനെയാണ്, സഹിയായ അഭിപ്രായം അതാണ്. ആ അഭിപ്രായം വെക്കുമ്പോൾ 40 എന്ന് പറയുമ്പോൾ അതിന് മഫ്ഹൂമുണ്ട് എന്ന് കരുതണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഔ അന്ന ദിക്റൽ ഖലീലി ലാ യുംകിൽ കസീറ. 40 എന്ന് പറയുന്നത് അധികമാണ്, അതിനേക്കാൾ താഴെയുള്ള 1-2 ഹദീസ് കൊണ്ടുവന്നാൽ 40 എന്ന് പറഞ്ഞ് ഇല്ലാതെയാക്കുമോ? ഇല്ല. അതെനിക്കും പറയാലോ. കമാ ഖീല ബി റിവായത്തി സലാത്തുൽ ജമാഅത്തി തഅദിലു സലാത്തൽ വാഹിദി ബി 25 മഅ റിവായത്തി 27 എന്ന ഹദീസ് പരിശോധിച്ചാൽ കിട്ടുമല്ലോ. ജമാഅത്തായി നിസ്കരിക്കുന്ന അവിടെ നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് 25 ദറജ കൊണ്ട് സമമാകും. എന്തോടുകൂടെ തന്നെ വേറെ റിപ്പോർട്ട് കാണും 27. അപ്പൊ 27 എന്ന അധികം എണ്ണമാണ്. ആ അധികം എണ്ണത്തെ 25 എന്ന് പറയുന്ന എണ്ണം കൊണ്ട് ഇല്ലാതെയായോ? ഇല്ലല്ലോ എന്നതുപോലെ ആ നിലക്കും പറയാം. അല്ലെങ്കിൽ മൂന്നാമതൊരു അഭിപ്രായം പറയാം, ഔ അന്നോഹുന കാന അസ്മുൽ ഇഖ്തിസാർ അലൽ 40. അല്ലെങ്കിൽ മുസന്നിഫ് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയുമ്പോൾ ഉറപ്പ് 40ന്റെ മേൽ ചുരുക്കുക എന്നുള്ളതാണ് മുസന്നിഫിന്റെ ഉറപ്പ്. എന്താ അങ്ങനെ 40 ഹദീസ് പറഞ്ഞു കഴിഞ്ഞു ഒഴിവായപ്പോ അന്നനൗസിയാത്തുൽ ഹദീസൈനിൽ അഖീറൈനി വേറെ ഒരു 2 ഹദീസുകൾ കൂടുതലാക്കാൻ വേണ്ടി മഹാനവറുകൾക്ക് വെളിപ്പെട്ടു എന്ന് വരാം. അതെന്തുകൊണ്ട്? ഹിക്മത്തിന് വേണ്ടി അങ്ങനെ കൊണ്ടുവരാൻ തോന്നി. ആ ഹിക്മത്ത് എന്താണ്? അന്നഹദുമ ആ 2 ഹദീസിൽ ഒന്ന് മിൻബാബിൽ വഅലി ഉപദേശത്തിന്റെ അധ്യായത്തിൽപ്പെട്ടതായിരിക്കും. എന്തുകൊണ്ട്? മുഖാലഫത്തുൽ ഹവാ വതാബഅത്തി ശർഈ ശർഈനോട് പിൻപറ്റണം, ഇച്ഛയോട് എതിരാവണം എന്നതുകൊണ്ടുള്ള ഉപദേശത്തിന്റെ അധ്യായത്തിൽപ്പെട്ടതായിരിക്കും. ആ നിലക്ക് വരുമ്പോ ഫീഹി ഹസ്സുൻ അലൽ അമലി ബിജമീഇൽ അഹാദീസി സാബിഖത്തി. മുമ്പ് പറഞ്ഞ എല്ലാ ഹദീസുകളെ കൊണ്ടും ജോലി ചെയ്യണം എന്നതിനൊരു പ്രേരണ ഈ ഒരു ഹദീസിലുണ്ട്. അപ്പൊ ഈ 40 ഹദീസുകളെ പറഞ്ഞിട്ട് ഈ ഒരു ഹദീസും കൂട്ടിക്കൊടുത്ത് താക്കീം ഉടനെയാക്കുന്നതിൽ ആ യോജിപ്പിന്റെ ഒരു പൂർത്തീകരണം അതിലുണ്ടാവും. ആ നിലക്ക് കൊടുക്കാം. അതൊരു കാരണം. ഫസാനിഹിമ ഈ രണ്ടാമത്തെ ഒരു ഹദീസ് അങ്ങനെ വെച്ചാൽ രണ്ടാമത്തെ ഹദീസ് മിൻ ബാബിർ റജായി വദ്ദുആഇ വൽ ഇസ്തിഗ്ഫാരി വൽ ഇത്മായി ബിർ റഹ്മത്തി അല്ലാഹു തആലാന്റെ അനുഗ്രഹത്തിൽ കൊതിപ്പിക്കുക, മാപ്പിരക്കുക, പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക എന്നീ അധ്യായത്തിൽപ്പെട്ടതായിരിക്കും രണ്ടാമത്തെ ഹദീസ്. അങ്ങനെ വരുമ്പോ ഫീഹി ഹദീസിനുണ്ടല്ലോ തഈനിസുൻ നഫ്സി വഅദ്മി നഫറത്തിയ മിന തശ്ദീദാതിൽ വാഖിയതി ഫീ ഖിലാലി തിൽകൽ ഹദീസ് സാബിഖത്തി. മുമ്പ് പറഞ്ഞ 40 ഹദീസുകളുടെ ഇടയിൽ സംഭവിച്ചതായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങൾ വരുമ്പോൾ ശരീരം എന്താ ഓടിപ്പോകും. ആ ഓടിപ്പോകാതിരിക്കുക എന്നതും അതോടുകൂടി തന്നെ നഫ്സിന് നീരാസാക്കലും നേരം പോക്കാക്കലും ഒക്കെ രണ്ടാമത്തെ ഹദീസിലുണ്ടല്ലോ. ബൽ എന്ന് മാത്രമല്ല വൽ ഹസ്വ അലൽ ഇഖ്ബാലി അലൈഹ ഈ 40 ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം, അതിമേൽ മുന്നിടണം എന്ന് പ്രേരിപ്പിക്കലുമുണ്ടല്ലോ. റജാ അൻ യകൂന ദാലിക മുകഫിറൻ ലിമാ ഫറത മിൻഹു അവനിൽ നിന്ന് വന്ന വീഴ്ചകളെ അത് വിട്ടുകൊണ്ടാണ് പുറത്തു തരും, അത് പരിഹരിക്കും എന്നത് ആഗ്രഹിച്ചതുകൊണ്ട് മുമ്പ് പറഞ്ഞ ഹദീസിലെ മുനാസബത്ത് തമാമായതുപോലെ ഈ രണ്ടാമത്തെ ഹദീസ് കൊണ്ടുവന്നത് 40 ഹദീസ് പറഞ്ഞ ഉടനെ അതുമായി രണ്ടാമത്തെ ഹദീസ് ബന്ധിച്ച് കൊണ്ടുവരുമ്പോൾ ആ ബാബുമായിട്ടൊരു മുനാസബത്ത് പൂർത്തീകരിക്കലുണ്ടല്ലോ. ആ നിലക്കാവാം. ഇങ്ങനെ പല മറുപടിയും 40 കഴിഞ്ഞിട്ട് 2 ഹദീസ് കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മറുപടി കൊടുക്കാം. അൽഹംദുലില്ലാഹ് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നമ്മൾ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വകുല്ലു ഹദീസിൻ മിന്നാ ഖായിദത്തുൻ അളീമത്തുൻ മിൻ ഖവായിദിദ്ദീനി എന്ന് പറഞ്ഞൊരു ഖായിദയുണ്ട്. എന്താ ഖായിദ? അൽ ഖായിദത്തു ഖായിദ എന്ന് പറഞ്ഞാൽ അംറുൻ കുല്ലിയ്യുൻ യുതഅറഫു മിൻഹു അഹ്കാമു ജുസിയ്യാത്തി മൗദൂഇഹി. ഒരു കാര്യം, ആ ഒരു കാര്യത്തിന്റെ സബ്ജക്റ്റിന് ഒരുപാട് ജുസിയാത്തുകൾ ഉണ്ടാവും. ആ ജുസിയാത്തുകൾ വരുമ്പോൾ അതിന്റെ വിധികൾ ഈ പറഞ്ഞ കുല്ലിയായ അമ്രെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ പേര് ഖായിദ. അപ്പോൾ കുല്ലിയായ ഖായിദ കിട്ടിയാൽ അതിൽ നിന്ന്
ആ സബ്ജക്റ്റിൽ നിന്ന് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിന്റെ ജുസിയാക്കൾ ഏതൊക്കെയുണ്ടോ അതിനൊക്കെ വിധി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഏതുപോലെ കൽ അംറിൽ വുജൂബി, അംറ് വുജൂബിനുള്ളതാണ്, കുല്ലിയ ഒരു കാര്യമാണ്. അംറ് എന്ന് പറയുന്നത് വുജൂബിനുള്ളതാണ്, കുല്ലിയ കായിദ. ഫഇന്ന ജുസിയാത്തി മൗദുഇഹാ, അപ്പൊ അംറ് വുജൂബിനുള്ളതാണെന്ന് പറയുമ്പോൾ അതിന്റെ മൗദുഇന്റെ ആ മൗദുഇന്റെ ജുസിയാത്തുകൾ ആ മൗദുഇന്റെ മൗദു ഏതാണ്? അൽ അംറു, അംറാണ് മൗദു. അപ്പൊ അതാണ് മൗദു. ഈ അംറി എന്ന് പറയുന്ന മൗദുഇൽ നിന്ന് അതിന്റെ ജുസിയാത്തായിട്ട് വരുമ്പോൾ ഏതൊക്കെയുണ്ടോ അതിന്റെ വിധികളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. കാരണം അംറ് വുജൂബിനുള്ളതാണെന്ന് പറയുമ്പോൾ ഏതൊരു അംറ് കണ്ടാലും ഈ അംറ് വുജൂബിനാന്ന് മനസ്സിലാക്കാം. ഈ അംറിന്റെ വുജൂബിന്റെ ജുസിയായിട്ട് വരുമ്പോ അതെങ്ങനെ മനസ്സിലാക്കുന്നത്? തഫ്സീലിയായിരിക്കുന്ന ദലീലുകളെ ഈ ജുസിയാത്തുകളിലേക്ക് കൂട്ടും. അങ്ങനെ കൂട്ടി വരുമ്പോൾ അംറ് വുജൂബിനാണെന്ന് വരുമ്പോൾ ഏത് അംറും വുജൂബിനാന്ന് വെച്ചാൽ അപ്പോ അങ്ങനെ വരുന്ന ഏത് അംറ് വന്നോ ആ അംറിന്റെ ജുസിയാത്തിന് ഏത് അംറും വുജൂബിനാന്ന് കിട്ടും. ഹകദ പ്രകാരമായിരിക്കും. ഉദാഹരണമായി പറയാം, നഹു അഖീമുസ്സലാ, അഖീമുസ്സലാ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നല്ലേ അതിന്റെ അർത്ഥം. അതിനുള്ള പദമാണ് അഖീമു. അഖീമു എന്നുള്ളത് എന്താണ്? അംറുൻ, അത് അംറാണ്. വൽ അംറു, അംറാകുമ്പോൾ അംറ് എന്തിനാണ്? കുല്ലിയ ഖായിദ അലിൽ വുജൂബി, വുജൂബിനുള്ളതാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അഖീമു എന്നുള്ളത് അംറാണ്, അംറ് കുല്ലിയ ഖായിദ പ്രകാരം വുജൂബിനുള്ളതാണ്. അപ്പൊ അഖീമു ആ അംറിന്റെ ജുസ് ആയിട്ട് വരുന്ന കുല്ലിയായ ഖായിദയാണല്ലോ അംറുൽ വുജൂബ്, അതിന്റെ ജുസ് ആണ് ഇവിടെ അഖീമു എന്നുള്ളത്. അപ്പൊ അഖീമു എന്നുള്ളത് വുജൂബിനാണെന്ന് കിട്ടും. കാരണം അംറാണ്, അംറ് വുജൂബിനാണ്. അപ്പൊ അഖീമു അംറാണ്, ജുസ്ഇയാണ്, അത് വുജൂബിനാണ് കിട്ടും. അപ്പൊ ഹാദാ ഈ പറഞ്ഞത് കൊണ്ട് യുഅലമു അന്നൽ ഖായിദത ബിഹാദൽ മഅന, ഇതേ അർത്ഥപ്രകാരമുള്ള ഖായിദ ലൈസത്ത് മുറാദത്തൻ ലിൽ മുസന്നിഫി, ഇവിടെ മുസന്നിഫിന് ഉദ്ദേശമില്ലല്ലോ എന്ന് മനസ്സിലാക്കാം ഈ അർത്ഥപ്രകാരം. കാരണം ലിഅന്ന തിൽകൽ ഹദീസ കുല്ലഹാ മിൻ ബാബിൽ അഹ്കാമി തഫ്സീലിയത്തി ദൂനൽ ഖവായിദിൽ ഇജ്മാലിയ, നിങ്ങൾ ഇവിടെ വിശദീകരിച്ച ഇജ്മാലിയ ഖായിദയാണ്. എന്നാ മുസന്നിഫു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഇജ്മാലിയായ നിയമങ്ങൾ കൂടാതെ തഫ്സീലിയായിരിക്കുന്ന വിധിയുടെ അധ്യായത്തിൽപ്പെട്ടതാണല്ലോ ഈ 40 ഹദീസുകളും. അപ്പൊ പിന്നെ അങ്ങനെ ഉദ്ദേശപ്പെടില്ല. പിന്നെ ഇപ്പൊ കുല്ലു ഹദീസിൻ മിന്ന ഖായിദത്തുൻ അലീമത്തുൻ മുസന്നിഫ് പറയുമ്പോ ബിൽ ഖായിദത്തി, അപ്പൊ ഇവിടെ ഈ ഖായിദ എന്നതുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് അൽ അസ്ലല്ലദീ യുർജഉ ഇലൈഹി ഗാലിബുൽ അഹ്കാമി കസീറുൻ മിൻഹാ, ഈ 40 ഹദീസുകൾ അധികവും അല്ലെങ്കിൽ അതിലെ 3/4 വിധികളും ഒരു അടിസ്ഥാനത്തിലേക്ക് മടങ്ങുന്നു. അങ്ങനത്തെ ഒരു അടിസ്ഥാനം എന്നേ ഉള്ളൂ ഈ പറഞ്ഞ ഖായിദ കൊണ്ട് ഉദ്ദേശം. അല്ലാതെ ഇവിടെ വിശദീകരിച്ച ഒരു കുല്ലിയായിരിക്കുന്ന ഒരു ഖായിദയല്ല. മദാറ എന്ന് പറയുന്ന അർത്ഥം വാലിബ് അഹ്കാമിൽ ഇസ്ലാമി അലൈഹി, ഓരോ ഹദീസും ആ ഓരോ ഹദീസിന്റെ മേലിലും ഇസ്ലാമിന്റെ അധിക വിധികളും ഉണ്ട് എന്നതിന്റെ അർത്ഥം. എന്തുകൊണ്ട്? ലിസ്തിംബാത്തിഹ, വിധികളെ ഗവേഷണം ചെയ്തെടുത്തതിന് വേണ്ടി മിന്നു ഹദീസിൽ ഇരുത്താൻ തുടക്കത്തിൽ ഔബിബാസിയത്തി മുഖദ്ദിമാത്തിൻ, അല്ലെങ്കിൽ കുറെ മുഖദ്ദിമകൾ കൂട്ടി അത് മുഖാന്തരമായി ഗവേഷണം ചെയ്തെടുത്തു. കമായത്തി ബസ്തുബി ശറൈഹ, അതൊക്കെ അതിന്റേതായ വ്യാഖ്യാനങ്ങൾ വിശദമായി വരുമ്പോലെ ഇസ്ലാമി പോലെ ആയിരിക്കും. അപ്പോ ഈ 40 ഹദീസും എല്ലാ ഓരോ ഹദീസുകളും ഇവിടെ പറയപ്പെട്ട 4 വിശേഷണങ്ങൾ ഓരോന്നുകൊണ്ടും വിശേഷണമുള്ളതാണ്. അതായത് വാലിബ് അഹ്കാമുൽ ഇസ്ലാം ഉണ്ട്, നിസ്ഫുൽ ഇസ്ലാം ഉണ്ട്, സുലുസുണ്ട്, റുബുണ്ട്. ഈ 4 വിശേഷവും പറയാം ഓരോ ഹദീസിനും. കമാ ദക്കറു ഇബ്നു സ്വലാബി അക്സരിയ, അധിക ഹദീസുകളിലും ഇബ്നു സ്വലാ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഫഇന്നഹു ദക്കറ അഖ്വാല ഇമ്മത്തി ബി തഈനിഹാ വ ഇഖ്തിലാഫിൻ ബി അയാനിഹാ, ഇബ്നു സ്വലാഹ് തങ്ങള് ഇമാമിങ്ങളുടെ കൗലുകൾ അത് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നതിലും അതിന്റെ തടികൾ ഇന്നതാണ് എന്നതിനുള്ള അഭിപ്രായങ്ങളും വിശദീകരിക്കുകയും പറയുകയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ പറയപ്പെട്ട് നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ അത് 7 വയസ്സിന് ഒരു 27ഓളം കൗലുകളായി അവിടെ വന്നിട്ടുണ്ട്. കുല്ലുഹ മുന്ദരിജത്തും വ്യാധിയിൽ അത് മുഴുവനും ഈ 40 ഹദീസിലും കടക്കുന്നതുമാണ്. മിൻഹാ
ഈ 40 ഹദീസുകൾ 20 സഹീഹത്തൻ 20 എന്താണെന്നറിയാമോ സ്വഹീഹാണ്. വസബഅത്തുൻ ഹസനത്തുൻ 7 എണ്ണം ഹസനത്താണ്. വബല്ലഗഹാ അപ്പൊ 27 എണ്ണം എന്ന് പറഞ്ഞില്ലേ, ആ 27 എണ്ണം എത്തുമ്പോൾ 27 20 സഹീഹും 7 എണ്ണം ഹസനത്തുമായി. വബല്ലഗഹൽ മുസന്നിഫി അദ്കാരിന 30. എന്നാൽ ഈ പറഞ്ഞ ഹദീസുകളെ തന്റെ അദ്കാറിൽ മുസന്നിഫ് അവர்கள் 30 വരെ എത്തിച്ചിട്ടുമുണ്ട്. അസാദ അനിയാകുന 12. ഇവിടെ വന്നു നോക്കുമ്പോൾ ആ പറയുന്ന 30 കൂടുതൽ 12 കൂടിയിട്ടുമുണ്ട്. വദക്കറബി സാബിഉ വൽ 20 ഹദീസൈനി 27ാമത്തെ അധ്യായത്തിൽ 2 ഹദീസ് മുസന്നിഫ് പറയുകയും ചെയ്തിട്ടുമുണ്ട്. ലിജിത്തിമാഹിമ അലാ മഅന വാഹിദിൻ, ഈ 2 ഹദീസും ഒരേ ഒരൊറ്റ അർത്ഥത്തിന്റെ മേൽ ഒരുമിച്ച് കൂടിയത് കൊണ്ട് തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ ഈ എല്ലാ ഓരോ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കൂടെയായിട്ട് നിനക്ക് തോന്നി തരപ്പെടാൻ പറ്റും. ദീനിന്റെ നിയമങ്ങളിൽ മുഖ്യമായ നിയമമായിട്ട് ആ ഓരോ ഹദീസ് വരും. ആ വരുന്നതിന് ന്യായം എങ്ങനെയാണ് വെളിവാവുക എന്നുള്ളത് നിനക്ക് ഓതി തരപ്പെടും ഇൻഷാ അല്ലാഹ്. എന്നാൽ ആ പറയുന്ന 40 ഹദീസിനെ കോർത്തിണക്കുമ്പോൾ അതിന്റെ ചിരടുകളിൽ കോർത്തിണക്കുന്നതിൽ പെട്ടതാണ് അൽ ഹദീസുൽ മുത്തഫഖു അലൈഹി, മുത്തഫഖുൻ അലൈഹി ആയിരിക്കുന്ന ഹദീസ്. അൽയഖുൽ ഫറായിദ ബിഅഖിലിഹാ ഫമാ ബഖിയ വലി ഔലാ റജുൽ ദക്കർ. അപ്പൊ അതിന്റെ സിലക്കിൽ കോർത്തി വരാൻ പറ്റുന്നതാണ് ഇതൊക്കെ. ഫർളുകളെ നിങ്ങൾ പഠിച്ചോളി, ചേർത്തോളി. ഫറായിദുകളെ അനന്തര സ്വത്തുകൾ അതിന്റെ അഖിലുകാരിലേക്ക് ചേർത്തോളിയും. അത് കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ വലി ഔല റജുലുൻ ദക്കർ, പിന്നെ അതിനേറ്റവും ബന്ധമായത് ആണാണെന്നൊക്കെ പറയുന്നു. കാരണം അന്നഹു ജാമിഉൽ ഖവായിദുൽ ഫറായിദില്ലത്തി നിസ്ഫുൽ ഇൽമീന, ഫറായിദിന്റെ ഇൽമിലെ പകുതിയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഫറായിദിന്റെ എല്ലാ നിയമങ്ങളെയും ഉൾപ്പെടുത്തി കൊണ്ടുവന്നതാണ് മുത്തഫഖുൻ അലൈഹി ആയിരിക്കുന്ന ഈ ഹദീസ്. അൽയഖുൽ ഫറായിദ് ഇതൊരു ഹദീസാണ്. തറവാട് വൈക്ക് ഹറാമാകുന്നതൊക്കെ മുലകുടി വൈക്കും ഹറാമാകും. ഇന്നല്ലാഹ ഇദാ ഹറമ ശൈഅൻ ഹറമ സമനഹു, ഒരു വസ്തുവിനെ അല്ലാഹു തആല ഹറാമാക്കിയാൽ അതിന്റെ വില അല്ലാഹു തആല നിഷിദ്ധമാക്കി. കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാതും ഹറാമാണ്, എല്ലാ മുസ്കിറും, എല്ലാതിൽ ഉൾപ്പെട്ടല്ലോ. ഓരോ കായിലും വരുന്ന ഹദീസിന്റെ രീതിയാണത്. മാമല ആദമിയും ബിആശറമിൻ ബത്നി, വയറിനേക്കാൾ മോശമായ ഒരു പാത്രം ഒരു മനുഷ്യൻ നിറച്ചിട്ടില്ല. അർബോമങ്കുന്നവി കാന മുനാഫിക്ക, 4 കാര്യം ഒരാളിലുണ്ടായാൽ അവൻ യഥാർത്ഥ മുനാഫിക്കായി. ലോ അന്നക്കും തവക്കുലൂന അലല്ലാഹി ഹഖ തവക്കുലി, അള്ളാന്റെ മേൽ തവക്കുലാക്കേണ്ട രൂപത്തിൽ തവക്കുലാക്കുകയാണെങ്കിൽ ലാ റസഖക്കും കമാ യർസുഖു ത്വയ്റ, പറവകൾക്ക് അല്ലാഹ് ഭക്ഷണം കൊടുക്കുന്ന പോലെ നിങ്ങൾക്കും ഭക്ഷണം കിട്ടും. ഫലാ യസാലു ലിസാനുക റത്വ മിൻ ദിക്രില്ലാ, അല്ലാഹു ദിക്ർ ചൊല്ലി നിന്റെ നാവിന്റെ നനവ് ആയിക്കൊണ്ടേയിരിക്കണം. ഇതൊക്കെ ഇപ്പൊ എന്താണ്, ഓരോ ഹദീസുകളാണ്. ഈ ഹദീസിലൊക്കെ ഓരോ മുഖ്യമായിരിക്കുന്ന ഓരോ കായികകളും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്.